കണക്ക് നിരത്തി പറയാം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 20ഓളം കേസുകളാണ് ഈ ഉമ്മത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. വഹാബികളെ വെല്ലുവിളിക്കുന്നു, മൗദൂദികളെ വെല്ലുവിളിക്കുന്നു. ഈ ഉമ്മത്തിന്റെ കാവൽ ഭടന്മാരാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് കണക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ നീതിപീഠത്തിൽ ഈ സമുദായത്തിനും രാജ്യത്തിനും ന്യൂനപക്ഷത്തിനും വേണ്ടി, ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി 20ഓളം കേസുകളാണ് സമസ്ത കൈകാര്യം ചെയ്യുന്നത്. പൗരത്വ ബില്ലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഇല്ലേ? ഏക സിവിൽ കോഡിൽ സമസ്ത സുപ്രീം കോർട്ടിൽ ഇല്ലേ? ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഇല്ലേ? ഇവിടുത്തെ ഓരോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ വന്നപ്പോ മുസ്ലിങ്ങളുടെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസിൽ, ഹിജാബുമായി ബന്ധപ്പെട്ട കേസിൽ, ജെ ആക്ടുമായി, ജുവൈനൽ ജസ്റ്റിസ് ആക്ടുമായി ബന്ധപ്പെട്ട കേസിൽ, പല കേസുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അനുകൂലമായ ഇടക്കാല വിധികൾ കിട്ടി. നിങ്ങൾ അറിയുമോ? ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലേക്ക് ബംഗാളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടേക്ക് പഠിക്കാൻ കുഞ്ഞുമക്കൾ വന്നപ്പോ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ദാറുൽ ഹുദ തയ്യാറായിരുന്നു, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നു, നമ്മുടെ ജൂനിയർ കോളേജുകൾ തയ്യാറായിരുന്നു, നമ്മുടെ യത്തീംഖാനകൾ തയ്യാറായിരുന്നു. ഒലവക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു നേരത്തെ പട്ടിണിക്ക് ആ പശി അടക്കാൻ കഷ്ടപ്പെട്ടു വരുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇവിടെ സമദാനി സാഹിബുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാമല്ലോ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ കഥകൾ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കള്, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനും മക്കളെ രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡിഗ്രിയും PGയും വാങ്ങാം, നിങ്ങൾക്ക് അധ്യാപകരാവാം, നിങ്ങൾക്ക് ഉന്നതമായ പണ്ഡിതന്മാരാവാം, ഇവിടെ വന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നപ്പോ ആ കുഞ്ഞുമക്കളെ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ് ജുവൈനൽ ഹോമിലേക്ക്, ജയിലറയിലേക്ക് ആ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി. രക്ഷിതാക്കളെ കൊണ്ടുവന്ന അധ്യാപകരെ ജയിലിൽ അടച്ചു. എന്നിട്ട് എന്തുണ്ടായി? ആ ഒരു നിയമത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ വേട്ടയാടിയില്ലേ? അവരെ അവിടുത്തെ പാടത്തേക്ക്, വരമ്പത്തേക്ക് തിരിച്ചയച്ചു. ആ മക്കളെ ഇവിടെ അവരെ മാനസികമായി ആ വേദന, പീഡനം അനുഭവിച്ചിട്ട് അവിടെയുള്ള വ്യവസായശാലകളിലേക്ക് ബാലവേലക്ക് ആ മക്കളെ പിന്നെയും പറഞ്ഞയച്ചു. വിദ്യാഭ്യാസം നിഷേധിച്ചു. ജെ ആക്ടിൽ സമസ്ത പോരാടി. ഇപ്പോഴോ അൽഹംദുലില്ലാ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, അറബിക് കോളേജുകളെ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഒഴിവാക്കി. ഇന്ന് കേരളത്തിൽ പല സ്ഥാപനങ്ങളിൽ അതിന്റെ റെക്കോർഡുകളും നിയമങ്ങളും ഒക്കെ രേഖാമൂലം കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഇടപെടലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.